ഹേ ഗായ്സ്, അപ്പം നമുക്കിന്ന് ചെറിയൊരു യാത്ര പോയാലോ? അപ്പം നമ്മളിന്ന് പോണത് സ്ഥിരം ട്രാവൽ കമ്പാനിയൻസ് ആയ എൻ്റെ സിസ്റ്ററിൻ്റെ മക്കളും സിസ്റ്ററും ഹസ്ബൻഡും എൻ്റെ ബ്രദറുമാണ്. ഈ ഒരു യാത്രയ്ക്ക് മുന്നാക്കം പിടിച്ചത് എൻ്റെ ബ്രദറാണ്. അപ്പം ഞങ്ങൾ പോണ സ്ഥലം എവിടാന്ന് അറിയണ്ടേ? പൊന്മുടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും പ്ലാൻ ചെയ്ത് പോവാറുണ്ടെങ്കിലും വഴിക്ക് വെച്ച് വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് പോകലാണ് പതിവ്. പിന്നെ ഇതാ ഇവിടെ കണ്ട, ഇതൊക്കെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാൽ മതി. ഇന്ന സ്ഥലത്താണെന്നൊന്നുമില്ല, പക്ഷെ വീട്ടിൽ പോകേണ്ട അത്രേ ഉള്ളൂ. പെട്ടെന്നുള്ള പ്ലാനിങ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളിൽ മിക്കവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അങ്ങനെ അതാ കണ്ടിട്ട് കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു തട്ടുകടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയും ലൈറ്റായിട്ട് എന്തെങ്കിലും കടികളും കഴിക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങളെ സർപ്രൈസ് ചെയ്തുകൊണ്ട് അവിടെ ബീഫും പഴംപൊരി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ ആദ്യം പഴംപൊരിയും ബീഫും ചായയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒടുക്കത്തെ വീഡിയോ പിടിക്കൽ കാരണം എൻ്റെ ദേഹത്ത് ചായ മറിഞ്ഞ് ഞാനത് കഴുകാൻ പോയി തിരിച്ചു വന്നപ്പോൾ ഇതൊന്നും തന്നെ ഇല്ല. അതിനിടയ്ക്ക് എൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ അവിടെ കിടന്ന് ശരീരം അല്ലെങ്കിൽ പണിയെടുക്കുന്നേ. എൻ്റെ കാക്കു ഇങ്ങനെ കറക്കുമ്പോഴത്തേക്കും ആ ടാങ്കിലോട്ട് വെള്ളം കയറും. കാരണം ആ ടാങ്കിൽ ഫുൾ വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുവാണേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കപ്പയും ബീഫും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ ജെൻ ആൽഫ പിള്ളേർക്ക് ഇതൊന്നും പറ്റാഞ്ഞിട്ട് അവർക്ക് പിന്നെ മന്തി കൂടെ വേണം എന്ന് പറഞ്ഞിട്ട് മന്തി മേടിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ മന്തി അടിപൊളിയായിരുന്നു. 100 റുപ്പീസിന് ഒരു പീസും കുറച്ച് റൈസും കിട്ടുമായിരുന്നു. അപ്പം അത് വേർത്തായിട്ട് എനിക്ക് തോന്നി. ഇതൊന്നും കഴിച്ചിട്ടും ഞങ്ങൾക്ക് എവിടെ ആവാത്ത പോലെ തോന്നി, പ്രത്യേകിച്ചും എനിക്കും എൻ്റെ സിസ്റ്ററിനും. കാരണം ഞങ്ങൾ നല്ല സ്ലോ ആയതുകൊണ്ട് പല നല്ല സാധനങ്ങളും ഞങ്ങൾക്ക് അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ ഇവരൊക്കെ ആണെങ്കിൽ ഒരു പിടി 2 കടി. കാരണം ഇങ്ങനെ യാത്രയൊക്കെ പോകുമ്പോൾ നല്ല വിശന്നിട്ടാണല്ലോ നമ്മൾ എവിടെയെങ്കിലും കയറി കഴിക്കാറ്. പ്രത്യേകിച്ച് നല്ല അത്യാവശ്യം ഹൈജീനിക് ആയിട്ടുള്ള ഹോട്ടൽ നോക്കി അയ്യോ എത്രയോ പ്രാവശ്യം ഫുഡ് വരെ സ്കിപ്പ് ചെയ്ത ടൈമുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കഴിച്ചത് നമ്മൾ തന്നെ കൊണ്ട് കളയണം. ഒരു വഴിയോരക്കട ആയതുകൊണ്ടാണ് ഈ പൂച്ചക്കുഞ്ഞിനെ കണ്ടിട്ട് എനിക്ക് ഇവർ പ്രൊമോഷന് വേണ്ടി നിർത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഏത് കടയിൽ കയറിയാലും എന്താ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ വേണം. അങ്ങനെ എന്തോ കയ്യിൽ സർപ്രൈസാ ചോക്ലേറ്റോ എന്തൊക്കെയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഞാനൊരു സോഡ നാരങ്ങ കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല തലവേദന ഉണ്ടായിരുന്നേ. തലവേദന വന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റൂല. പക്ഷേ സോഡ നാരങ്ങ കുടിക്കുമ്പം കംപ്ലീറ്റ് ഓക്കെ ആവും. എനിക്ക് വോമിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. റോസിനും സെയിം അവസ്ഥ, നോ വോമിറ്റിങ്, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഫുഡ് കഴിക്കാണ്ട് എനിക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പിടിച്ചാൽ കിട്ടൂല. ഞങ്ങൾ വിചാരിച്ച ക്ലൈമറ്റ് ഒന്നുമല്ല, നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വണ്ടികളും അവിടെ ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പോലീസ് വന്ന് ഹെൽപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വെച്ച് എന്ത് സംഭവിച്ചാലും നമുക്ക് കംപ്ലീറ്റ് സുരക്ഷയുണ്ട്. ഞാൻ സത്യത്തിൽ സെക്കൻഡ് ടൈമാണ് പൊന്മുടിയിലോട്ട് പോണത്. ആദ്യമായിട്ട് ഞാൻ പോണത് എൻ്റെ ഹസ്ബൻഡും ഫാമിലിയായിട്ടാണ്. അന്ന് ചെറിയൊരു ട്രക്കിങ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുരങ്ങന്മാരൊക്കെ കണ്ടു തുടങ്ങി. ഇപ്പോഴാണ് മനസ്സിനൊരു സമാധാനവും പൊന്മുടി എത്തിയെന്നുള്ളൊരു സന്തോഷമായത്. പിന്നെ ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണെന്ന് പറയുന്ന പോലെ വേറൊന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ റോസും ആരും ഇല്ലാത്ത സ്ഥലത്തൊക്കെ കൂകി വിളിക്കുന്നുണ്ടായിരുന്നേ. ആ ഒരു ടെക്നിക്ക് അവൾക്ക് അങ്ങോട്ട് പിടിച്ച് അവൾക്കത് ഇഷ്ടമായി. പിന്നെ ഞാനത് നിർത്താൻ പെട്ട പാട്. പിന്നെ നല്ലൊരു സ്പോട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിർത്തി ചായയൊക്കെ കുടിച്ച് വൈബടിച്ചിരിക്കാൻ വിചാരിച്ചു. പിന്നെ കംപ്ലീറ്റ് തവന്മാരുണ്ടായിരുന്നേ. ഇവിടം വരെ വന്നിട്ട് ഇവന്മാരില്ലാതെ എന്തൊരു ചായ കുടിയല്ലേ. കംപ്ലീറ്റ് ആണത്തിന് എന്തൊക്കെയോ അസുഖം പിടിച്ചതുപോലെ ഉണ്ടായിരുന്നു. കാര്യം നമ്മളെ ജങ്ക് ഫുഡ് തന്നെ. ഞാൻ നോക്കിയിട്ട് ഇവറ്റകൾ മൊത്തം കഴിക്കണത് ലേസ്, കുറുക്കുറെ അങ്ങനെയുള്ള കുറേ സാധനങ്ങളായിരുന്നു. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്നതുകൊണ്ടായിരിക്കും ഇത് ചായയൊക്കെ വരെ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചായയൊന്നും കുടിക്കാൻ നിന്നില്ല. ബാക്കിയുള്ള 1-2 പേരൊക്കെ ചായ കുടിക്കുന്നുണ്ടായിരുന്നു. കയ്യിൽ വല്ല പാക്കറ്റോ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് തട്ടിപ്പറിച്ചുകൊണ്ട് പോവേ. അതിന് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും വരുന്നവരെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അതിനും കൂടെ കൊടുക്കുന്നത്. ഇനി നമ്മൾ വല്ലാണ്ട് കളിപ്പിക്കാൻ നിന്ന് അത് നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ഇതിപ്പോൾ എൻ്റെ ഇത്തയുടെ ചായ തട്ടിപ്പറിക്കാനുള്ള ശ്രമത്തിലാണ്. പിന്നെ അത് പേടിച്ചത് അവള് അതും കൊണ്ട് ഓട്ടമായിരുന്നു. കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇതിനൊക്കെ കളിപ്പിക്കുകയും ഇത് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അവിടെയുള്ളതിൽ ഏറ്റവും ചെറിയ മങ്കിത ഇതായിരുന്നേ. പിന്നെ തുരുതുര വന്നുകൊണ്ട് നിൽക്കുമായിരുന്നു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇതൊക്കെ ദേഹത്ത് എന്തെങ്കിലും അള്ളലോ പോറലോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ടി ടി ഒക്കെ എടുക്കേണ്ടി വരത്തില്ലേ. ടി ടി മാത്രമല്ല, അത് ചിലപ്പോൾ എന്തെങ്കിലും വാക്സിനേഷനും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും. പിന്നെ ഈ ഷോപ്പിലുള്ള ആൾക്കാർ തന്നെ ഒരു വലിയ വടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഇതിനെ ഓട്ടിക്കുന്നത്. അല്ലെങ്കിൽ ശരിയാകത്തില്ല, നമ്മളവിടെ നിൽക്കാൻ സമ്മതിക്കത്തില്ല. ഇത് പിള്ളേരൊക്കെ ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യണതേ. കാര്യം പിള്ളേരുടെ കയ്യിലൊക്കെ എന്തുണ്ടെന്നാണ് അത് കൂടുതലും നോക്കണത്. പിന്നെ ഇതാ അവിടെ ഒരു ഹെയർ പിന്നായിരുന്നു നമ്മളവിടെ നിന്നത്. അപ്പോൾ അതൊരു ആനവണ്ടി, നമ്മളെ KSRTC പോകുന്നത് ഭയങ്കര രസമുണ്ടായിരുന്നു. ആ ഹെയർ പിൻ വഴി ഇറങ്ങി പോകുന്നതാണ്. പിന്നെ അധികമൊന്നും ഞങ്ങളവിടെ നിന്നിട്ടില്ല. കാര്യം കുരങ്ങന്മാർ വന്നുകൊണ്ടേ നിന്ന്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് കാറിൽ കയറി ഡെസ്റ്റിനേഷനിലോട്ട് വണ്ടി വിട്ടു.
എത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ വിചാരിച്ച പോലൊന്നുമല്ല, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ട്വിസ്റ്റ് കിട്ടിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്ലൈമറ്റ് ഞങ്ങൾ പ്രതീക്ഷിച്ചതേ ഇല്ല. എന്നിട്ടും തിരക്കിനൊരു കുറവുമില്ല. ഞങ്ങൾ ഇത്രയും തിരക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് കാണാൻ പറ്റാത്തത് സാധാരണ ഇവിടെ ഫുള്ള് ഫോഗല്ലേ, അതുകൊണ്ടായിരിക്കും. അതിനിടയ്ക്ക് എൻ്റെ സിസ്റ്റർ ജിയുടെ ഫോൺ കുറച്ച് നേരം കാണാനിട്ട് അത് തപ്പലായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് സ്ഥിരം പരിപാടി, ഫോട്ടോസും വീഡിയോസ് ഇതൊക്കെ. പക്ഷേ എനിക്ക് ഭയങ്കര നിരാശയായിപ്പോയി. കാരണം ഞാനിതൊന്നും അല്ല പ്രതീക്ഷിച്ചത്. ഏതൊരു ടൈമിൽ പോയാലും നല്ലൊരു ക്ലൈമറ്റ് ആണല്ലോ സാധാരണ നമുക്ക് പൊന്മുടിയിൽ നിന്ന് കിട്ടാറുള്ളത്. പക്ഷേ ഇതെല്ലാം തെറ്റിച്ചു കൊണ്ടിട്ട് ഭയങ്കര വെയിലായിരുന്നു. നിങ്ങൾ കാണുമ്പോഴേന്നും അല്ല, നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ ഈ മലനിരകൾ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. സാധാരണ ഇവിടെ വരുന്നവർക്കൊക്കെ അറിയാം, അങ്ങനെ കാണാൻ പറ്റാറില്ല. ക്ലൈമറ്റ് ഞങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം ഇത്രയും വെയിൽ ഈ ഒരു സ്ഥലത്ത് ഞാനിപ്പം ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ ഞങ്ങൾ ഉള്ളിലോട്ടൊക്കെ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു, ഇതുവരെ പോയിട്ടില്ല. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് കുറച്ച് താഴോട്ടാണ്. ഇറങ്ങി വരാൻ ഇച്ചിരി എളുപ്പം ഉണ്ടായിരുന്നെങ്കിലും കയറിപ്പോകാൻ നല്ല പാടുണ്ടായിരുന്നു. റോസാണെങ്കിൽ അവസരത്തിനൊത്ത് നിൽക്കുക, അന്നേരം ആരെങ്കിലും എടുക്കാൻ പറയും. എന്തായാലും ഞാൻ എടുത്തിട്ട് മേളിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഞാനും റോസും മേളിലോട്ട് പോകത്തില്ല, താഴോട്ടേ പോകത്തുള്ളൂ. അതുകൊണ്ട് ഞാനെടുത്ത് ഇക്കയുടെ തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, നല്ല വെയിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതൊരു 5 മണി ടൈമൊക്കെയാണ്. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, യോഗല്യമ്മണിയെ പായം വടക്കാള എന്നൊക്കെ പറയും പോലെ. പിന്നെ അത്യാവശ്യം നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടി എന്നുള്ളൊരു സമാധാനം, അത് തന്നെ ഉള്ളൂ. പിന്നെ വിശന്ന് കിളി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കൂടെയൊക്കെ അവിടെ നിന്ന് ആ പിള്ളേരൊക്കെ ഇങ്ങനെ കളിക്കുന്നതൊക്കെ കണ്ട് നിന്നിട്ട് ഞങ്ങൾ നൈസായിട്ട് നടക്കാൻ തുടങ്ങി. തിരിച്ച് വീട്ടിലോട്ട് വിടാൻ തന്നെയായിരുന്നു പ്ലാൻ. അതിൻ്റെ ഇടയിൽ ഞാനും എൻ്റെ ഇത്താങ്ങൾ അടി കൂടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു പിണങ്ങി. അത് സർവ്വസാധാരണ ആയതുകൊണ്ട് ആരും മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ക്ലൈമറ്റിൽ എന്തിനാണ് ഇത്രയും ജനങ്ങളെന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവില്ല. കാരണം നമ്മൾ സിറ്റിയിൽ എത്ര ചൂടുണ്ടോ അത്രയും ചൂട് ഇപ്പോൾ ഇവിടെയുണ്ട്. അതിനേക്കാളും ചൂടായിട്ടൊരു കാര്യം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. എന്തോ വണ്ടി ഇടിച്ചെന്നാ വണ്ടി തട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എന്തൊക്കെയോ കശപിശ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വലിയ കാര്യമുള്ള കാര്യമില്ല എന്ന് മനസ്സിലായി. ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് മൂവായി. അതിൻ്റെ ഇടയിൽ ഒരു ക്യൂട്ട് സാധനം എൻ്റെ കണ്ണിപ്പെട്ടെ. പെറ്റ്സിനെ എനിക്കിഷ്ടമാണ്, പക്ഷെ എന്നെക്കൊണ്ട് വളർത്താൻ പറ്റൂല. സത്യം പറഞ്ഞാൽ ഞങ്ങളെപ്പോലെ ഇങ്ങനെ വന്നിട്ട് നല്ല മൂന്നാറൊക്കെ ഇപ്പം നല്ല വൈബല്ലേ, അങ്ങനെ വന്നതായിരിക്കാം. പക്ഷെ അതേപോലെ പെട്ടതായിരിക്കാം ഇവരൊക്കെ. കാര്യം ഞങ്ങൾ കുറേ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. കാര്യം 6 മണിയൊക്കെ അടുപ്പിച്ചിട്ടായി ഇപ്പം തന്നെ സമയം. ഇവിടെ ഇങ്ങനെ ഫുഡ് സ്പോട്ടൊന്നും കിട്ടാനില്ല. പിന്നെ ഉപ്പുമുളക് ഇട്ട മാങ്ങയൊക്കെ കഴിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പുളിമുട്ടായൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേരുടെ സ്നാക്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. ഇതാ സൺസെറ്റ് ഒക്കെ ആവാനായി. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്ന കാര്യം ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറോ കാര്യങ്ങളോ ഒന്നും കഴിച്ചിട്ടില്ല. അതിനിടയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നല്ലൊരു സ്പോട്ട് തിരക്കുന്നുണ്ടായിരുന്നേ. ഇവിടെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. പിന്നെ അവസാനം മാമാസിന്റെ പാഴ്സൽ കൗണ്ടറിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോവുകയാണ് ചെയ്തത്. ഫുഡ് കഴിക്കുന്നതോ ഫുഡിൻ്റെ ഒന്നും വീഡിയോസ് ഇല്ല. കാര്യം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ.